യേശുവിൽ പ്രിയപ്പെട്ടവരെ, തിരുസഭയിൽ നിന്ന് 12 സ്ലീഹന്മാരുടെ തിരുനാൾ ആചരിക്കുകയാണ്. ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ച് പിതാവുമായി ആലോചിച്ചിട്ടാണ് ഈശോ 12 പേരെ തിരഞ്ഞെടുത്തത്. വ്യത്യസ്ത സ്വഭാവപ്രവൃത്തികളോടെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് ഈ 12 പേരും യേശുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. 3 വർഷം അവരെ കൂടെ കൊണ്ട് നടന്ന് വചനങ്ങൾ പകർന്നു കൊടുത്ത് അവരെ ലൗകിക ചിന്താഗതികളിൽ നിന്ന്, ലോകത്തിൻ്റെതായ മനോഭാവങ്ങളിൽ നിന്നൊക്കെ ദൈവരാജ്യ ചിന്തകളിലേക്ക് നയിച്ചു. അവസാനം അവരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചുകൊണ്ട് അവരെ ഈശോ വിശുദ്ധീകരിച്ചു. ശരീരത്തങ്ങൾ പകർന്നു കൊടുത്ത് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് അവരെ ദൈവാനുഭവമുള്ളവരാക്കി മാറ്റി. പിന്നീട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ അവർ ധീരമതികളായി മാറുകയും ചെയ്തു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈശോ ആവശ്യപ്പെട്ടതനുസരിച്ച് ധൈര്യപൂർവ്വം യേശുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് വചനം പ്രഘോഷിച്ചു. രക്തസാക്ഷികളായിട്ടാണ് യോഹന്നാൻ ഒഴികെ എല്ലാവരും മരിച്ചത്. വിശുദ്ധ യോഹന്നാൻ ജീവിതാന്ത്യം വരെയും ദൈവസ്നേഹത്തിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുകയും മരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, സ്ലീഹന്മാരുടെ തിരുനാളെന്ന് ആചരിക്കുമ്പോൾ അവരുടെ ജീവിതം നമുക്ക് പ്രചോദനമായി തീരട്ടെ. നമ്മളും വ്യത്യസ്ത മനോഭാവങ്ങളുള്ളവരായിരിക്കാം, വ്യത്യസ്ത സാഹചര്യങ്ങളിലായിരിക്കാം ജീവിക്കുക. പക്ഷേ ധൈര്യപൂർവ്വം ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ, ഈശോയുടെ വചനമനുസരിച്ച് ജീവിക്കുവാൻ, അങ്ങനെ ജീവിത സാക്ഷ്യങ്ങളായി മാറാൻ സാധിക്കട്ടെ. ഈശോയെ അനുകരിക്കുമ്പോഴുള്ള ആ ഒരു സമാധാനവും സന്തോഷവും നമുക്ക് അനുഭവിച്ചറിയുവാനും ഇടയാകട്ടെ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങ് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.